വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ വഖഫ് ഭൂപ്രശ്നം ബാധിക്കുന്ന തീരദേശ മേഖലകളിലെ വീടുകളിൽ സന്ദർശനം നടത്തുന്നു. മേജർ രവിയും മന്ത്രിയോടൊപ്പമുണ്ട്. വിവരങ്ങളുമായി മുനമ്പത്ത് നിന്നും സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, ഈ മുനമ്പത്തെ പ്രശ്നം നമ്മൾ വലിയ രീതിയിൽ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതായത് മുനമ്പത്തുള്ളവർക്കല്ല ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവിടെ ഇത്തരത്തിൽ ഇവർ സന്ദർശനം നടത്തുന്നത്. ഏത് രീതിയിലാണ് അവരുടെ സന്ദർശനം പുരോഗമിക്കുന്നത്? എന്തായാലും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നിരവധി നേതാക്കൾ ആണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ശോഭാ കരന്തലജെ, കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. സംവിധായകൻ മേജർ രവി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ശോഭ यहाँ का जो एमपी है जो आईबीड, उसने अभी पार्लियामेंट में लेटर दिया हुआ है ये बिल को प्रेजेंट ही नहीं करने देना बोलते। इन्हीं लोगों ने तो वोट करके उसको जिताया है और उसके बाद में अब उसका लेटर खिलाफ लड़ रहे हैं, इनका खिलाफ लड़ रहे वो। उसकी चिट्ठी तो कल लीक आउट हो गया. തന്നെയാണ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുമായി കേന്ദ്രമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംവിധായകൻ മേജർ രവി അടക്കമുള്ള ആളുകളുണ്ട്. ഇവിടുത്തെ ഓരോ വീടുകളും കേന്ദ്രമന്ത്രി സന്ദർശിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വീടുകളിലും കയറി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അവിടുത്തെ മുനമ്പത്തുകാർക്ക് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 12 പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും മുനമ്പത്ത് താമസിക്കുന്ന ആർക്കും തന്നെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ 12 പേർക്കാണ് നോട്ടീസ് നൽകിയിരുന്നത്. ആ 12 പേരും ഈ സമരത്തിലോ അല്ലെങ്കിൽ ഇതിലോ പങ്കാളികളായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സാധാരണക്കാർക്ക് പക്ഷേ അവരുടെ ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിന്നടക്കം ലോൺ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമെല്ലാം ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. ആ ആശങ്ക തന്നെയാണ് ഇവരുടെ നിലനിൽപ്പിൻ്റെ ഒരു സമരമായി ഇത് മാറിയിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. എന്തായാലും ബി.ജെ.പി വലിയ രീതിയിൽ തന്നെയാണ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ശോഭാ കരന്തലജെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നതും. എന്തായാലും ഇതിനുശേഷം മാധ്യമങ്ങളോട് ഇവിടുത്തെ 80 വയസ്സുള്ള ഒരു അമ്മയോട് ശോഭാ കരന്തലജെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളെല്ലാം റെഡിയാക്കും. സംസാരിക്കും അവിടെ ചെന്നിട്ടാണ്. मदर को बिलोंग करते हैं. मेमोरेंडम टू मेमोरेंडम आपको ओपन करके दे दो. ओपन അമ്മ കൊടുക്കട്ടെ. മലയാളം അമ്മ കൊടുക്കുന്ന മന്ത്രി കൊടുത്തു. लिखते हैं मलयालम है, ट्रांसलेट योर लैंग्वेज. ओके, बेंगलुरु में करेंगे. ओके, only one room is there. These all are staying in one room. Yes.